തിരുവനന്തപുരത്ത് ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് പോലീസ്. ശ്രീധുവിനോടുള്ള പ്രതിയുടെ വിരോധം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായെന്നും പരസ്ത്രീ ബന്ധം വിലക്കിയതും വിരോധത്തിന് കാരണമായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ആദിൽ. ബാലരാമപുരത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ വല്ലാത്ത ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുരൂഹതയുടെ കെട്ടുകളൊക്കെ അഴിച്ചു തുടങ്ങിയോ പോലീസ്? അതിൽ നമ്മുടെ ടെലിഫോൺ ബന്ധം ഒന്ന് വിച്ഛേദിച്ചതുകൊണ്ടാണ് അതിൽ കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിൻ്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ദുരൂഹതയുടെ മറയൊക്കെ നീങ്ങി ഇപ്പോൾ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ? അങ്ങനെ പറയാറായിട്ടില്ല അരുൺകുമാർ. ഞാനിപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം ഈ ഹരികുമാർ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഒരു നിഗമനം മാത്രമാണത്, ഒരു പ്രാഥമിക നിഗമനം എന്നൊക്കെ പറയാം. അപ്പോഴും പോലീസ് ഹരികുമാറിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഒരു മണിക്കൂറിൽ പറയുന്നതല്ല അടുത്ത മണിക്കൂറിൽ ഹരികുമാർ പറയുന്നത്. ആദ്യം കുറ്റം സമ്മതിക്കുന്നു, പിന്നീട് അത് മാറ്റി പറയുന്നു. ആ രൂപത്തിൽ ഓരോ മണിക്കൂറിലും വെവ്വേറെ വൈരുദ്ധ്യങ്ങളായ മൊഴി നൽകുന്നത് പോലീസിനെ വലയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീധു പറയുന്നത് അതൊന്നും യോജിക്കുന്നതുമില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് നമുക്കൊരു ഔദ്യോഗിക രേഖയായി നമുക്ക് കാണാൻ കഴിയും. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും പ്രധാനമാണ്. ഈ കുട്ടി ഉണ്ടായപ്പോൾ, ദേവേന്ദു ഉണ്ടായതിനു ശേഷം തന്നോടുള്ള അടുപ്പം ശ്രീധുവിന് കുറഞ്ഞു എന്നാണ് ഹരികുമാർ പറയുന്നത്. അത് മാത്രമല്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ തനിക്ക് അരോചകമായി തോന്നി എന്ന് പറയുന്നു. പോലീസ് അന്വേഷിക്കുമ്പോൾ മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. അത് പോലീസ് SP തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തു. ആ വിധത്തിൽ ഒരു ദുരൂഹത ഇപ്പോഴും കെട്ടഴിയാത്ത രൂപത്തിൽ കുരുങ്ങി തന്നെ ഈ കേസ് കിടക്കുകയാണ്. കുരുക്കഴിക്കാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീജിത്തിനെ അമ്മയെയും ഒപ്പം മുത്തശ്ശിയെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ, ഇവിടെ നിന്ന് പോലീസ് വിട്ടയച്ചെങ്കിലും ആരും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ശ്രീധുവിനെ. പിന്നീട് പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. അവിടെ എത്തി പോലീസ് മണിക്കൂറുകളോളം ഇന്നലെ രാത്രി വൈകിയും സുദർശൻ SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. അതിൽ ശ്രീധു പറയുന്നത് മുൻപ് പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതലൊന്നും പോലീസിന് ലഭിക്കാത്ത സാഹചര്യം. അതുകൊണ്ടാണ് ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് കോടതിയിൽ. ഇപ്പോൾ നെയ്യാറ്റിൻകര സബ് ജയിലിലാണ് ഹരികുമാർ ഉള്ളത്. ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടിക്കാണ് പോലീസ് ഒരുങ്ങുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു പരിധിവരെയെങ്കിലും ഇതിലെ ദുരൂഹത മാറ്റുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. കൊലപാതകം പോലീസ് ഉറപ്പിക്കുന്നു, ഹരികുമാർ അത് ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ മോട്ടീവ് എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായൊരു വിലയിരുത്തലിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ്, മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പൂജാരിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പൂജാരി ദേവിദാസനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാനായി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 10 മണിക്ക് എത്തണം എന്നാണ് ദേവിദാസനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇനി വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഇന്ന് അമ്മ ശ്രുതിയെ ചോദ്യം ചെയ്യും മഹിളാ മന്ദിരത്തിൽ. ഈ അച്ഛനെയും അമ്മൂമ്മയെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന വിവരം കൂടിയുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് പ്രതിയെ കിട്ടിയിട്ടുണ്ട്, സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നെങ്കിലും ദുരൂഹത എന്താണ് എന്ന കാര്യത്തിൽ ദുരൂഹത ഒഴിയാത്ത സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളത്. അരുൺകുമാർ, ഓക്കെ, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിയെ കിട്ടി, ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ പോലീസിന് റിമാൻഡ് റിപ്പോർട്ട്, ഇനി ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് മോട്ടീവ് എന്താണ് എന്നുള്ളത് എഴുതണം. ഈ കുഞ്ഞിനെ എന്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നതായിരിക്കുമല്ലോ കോടതിയിൽ പിന്നീട് ചോദ്യം ചെയ്യുക. ആ മോട്ടീവ് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയൂ.